സോ ഇന്ന് നവരാത്രി തുടങ്ങിയിരിക്കുന്നത് 3rd ഡേ ആണ്. ഓഫീസിലെല്ലാം പോയി വന്ന് കഴിഞ്ഞിട്ട് പടമൊക്കെ വരച്ചത് കിഴിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് മടുത്തു തുടങ്ങി. ഇന്ന് തുടങ്ങി വെച്ചതല്ലേ, തുടങ്ങിയ കാലം പൂർത്തിയാക്കരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഏർപ്പാടല്ല. അതുകൊണ്ടാണ് പേര് കഴിഞ്ഞങ്ങ് പോകുന്നത്. എങ്ങനെയൊക്കെയോ വരച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ടാമത്തെയും പടമൊക്കെ നല്ല രീതിക്ക് ക്ഷമയില്ലാണ്ട് എങ്ങനെയൊക്കെയോ വരച്ചിട്ട് തന്നെയാണ്. 3rd വൺ, അതായത് ഈ തവണത്തെ മാത്രമാണ് കുറച്ച് ക്ഷമയോടെ ഇത് വരച്ചത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടതും ഇത് മാത്രമാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആണെന്നല്ല, ഐ മീൻ ബെസ്റ്റ് ആണെന്നല്ല, പക്ഷെ കുറച്ച് ബെറ്ററാണ്. കാരണം കുറച്ച് ക്ഷമയോടെ ഞാൻ വരച്ചത് കൊണ്ട്. പിന്നെ ഈ പേപ്പറിൻ്റെ അക്രിലിക്കിന് വേണ്ടി പെയിൻറ്റിൻ്റെ പരിപാടി കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എല്ലാവിധ കുഴപ്പങ്ങളും എൻ്റെ ഈ പടത്തിനകത്തുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം എനിക്ക് വാട്ടർ കളർ വേണ്ടി വാങ്ങാൻ പറ്റുമോ? അക്രിലിക്കായി അക്രിലിക്ക്, വാട്ടർ കളറൊക്കെ വാട്ടർ കളർ, എനിക്കത്രേ ഉള്ളൂ. പിന്നെ ഈ ദേവിയുടെ സാരിയുടെ കളർ കണ്ടിട്ട് ഒരു ഫ്രണ്ട് ചോദിച്ചു, എന്താ ഈ കളർ കൊടുത്തേക്കുന്നത്, നിനക്ക് കുറച്ച് നല്ല കളർ കൊടുക്കാറില്ലേ എന്ന്. ചേടാ, ഈ ദേവിക്ക് ഈ ദിവസത്തിന് പ്രത്യേകതയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കളറിലായാൽ ഞാനെന്ത് ചെയ്യാനാ? ഗ്രേ ആണെന്ന് വിക്കിപ്പീഡിയയും ഗൂഗിളിലൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനങ്ങനെ കൊടുത്തത്. എല്ലാ ദേവിക്കും ചുമന്ന് കൊടുത്തു കഴിഞ്ഞാൽ മോശമാവില്ലേ? എല്ലാവരും ഉപയോഗിക്കത്തില്ലേ? ഇതിലേക്ക് ചേഞ്ച് വേണ്ടേ? അപ്പോൾ ഇന്നത്തെ ദേവി ചന്ദ്രഘണ്ഠയാണ്. ഘണ്ഠയാണോ എനിക്കറിയില്ല, കൃത്യമായുള്ള പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല, ഗൂഗിളോട് വെച്ച് ചോദിക്കേണ്ടി വരും. എന്തായാലും ഓൾമോസ്റ്റ് അതാണ്. ഈ ഓൾമോസ്റ്റ് ഒക്കെ എന്തായാലും സമ്മതിക്കണം, ഒന്നര എനിക്ക് പറയാൻ പാട്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഭിപ്രായം എടുക്കാൻ താഴെ പറഞ്ഞു. അപ്പോൾ ശരി.